ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം, ക്ലച്ച് അതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബ്രേക്ക് നമുക്ക് ഈ തവണ കൂടി അഡ്ജസ്റ്റ് ചെയ്തിടാം കേട്ടോ. ഈ തവണ കാരണം ഞാൻ പകുതി ആയിട്ടുള്ളൂ, നമുക്ക് ഈ തവണ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടാം. ബാക്കിലത്തെ ടയർ മാക്സിമം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടുമ്പോൾ തന്നെ ഇമാതിരി ടയർ ഇടാതിരിക്കാം. നമുക്ക് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ അതേ സെയിം മോഡൽ കമ്പനി ഇപ്പോൾ ഏത് വേണമെങ്കിലും എടുത്തോ, ഇപ്പോൾ MRFൻ്റെയോ അപ്പോളോൻ്റെയോ അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ആ ഡിസൈൻ എടുക്കുമ്പോൾ ആ ഡിസൈനാണ് നല്ലത് കേട്ടോ. ഇതൊരു കാരണവശാലും എടുക്കാതിരിക്കണം നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് TVSൻ്റെ ആയിരിക്കും. ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രാഗൺ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണത്. പക്ഷേ ഇത് എടുക്കുമ്പോണ്ടല്ലോ നമുക്ക് വണ്ടി എന്നെ വെട്ടലൊക്കെ കാണലുണ്ട്, വണ്ടി ഓടിക്കാൻ സ്മൂത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്തായാലും ടയർ മാറാറായേക്കണത് കൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞാണ്. പിന്നെ ടയർ മാറ്റുമ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ടും ബാക്കും ടയർ നമുക്ക് അതിൻ്റെ 10 ഇഞ്ച് സൈസാണ് തന്നെ. അപ്പോൾ ശരിക്കും രണ്ടും ഒരേ മോഡലാണ്. അപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇടാണെങ്കിലുള്ള മെച്ചം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു അലൈൻമെൻറ്റൊക്കെ തേയ്മാനം വന്നിട്ട് കിടന്ന് ഓടിയിട്ടുണ്ടാവും. അപ്പോൾ അത് ബാക്കിൽ കിടന്ന് തീർന്നും പൊക്കോളും. പുതിയ ടയർ ഫ്രണ്ടിൽ ഇടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ മറ്റേ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല. എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി, കുഴപ്പമില്ല. കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ കിടക്കണേ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. ക്ലച്ചിനകത്തായാലും വേറെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ക്ലച്ചിൻ്റെ വർക്ക് ചെയ്തേക്കണതിൻ്റേതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കിക്കറിൻ്റെ കവറൊക്കെ ആയാലും അത്യാവശ്യം അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. കിക്കർ വീല്, ഇതാണ് കിക്കർ വീല്, അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഹോണ്ടയുടെ ബെൽറ്റ് തന്നെ കിടക്കണേ, കമ്പനി ബെൽറ്റാണ് കിടക്കണേ. അതിൻ്റെ സെൻറ്ററിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. പരമാവധി ഉപയോഗിക്കുക, മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെന്ന് വെച്ചാൽ ഇത് എൻ്റെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലച്ച് ഷൂ, ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണ്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഓക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡിൻ്റെ ഇവിടുത്തെ സ്പ്രിങ്ങൊക്കെ പൊട്ടിപ്പോയേക്കാം. അതിനെല്ലാം സൈഡ് സ്റ്റാൻഡ് കുറച്ച് ഓവലായിട്ടുമുണ്ട്. അപ്പോൾ ഒന്നുമല്ല അത് മാറ്റിയിടാം, അല്ലെങ്കിൽ വെൽഡ് ചെയ്തിടാം. എന്തായാലും ഓവലായക്കണമാണ്, മാറ്റിയിടണതാണ് ബെറ്റർ. ഞാൻ എസ്റ്റിമേറ്റഡ് അതിനകത്ത് പെടുത്തി കൂട്ടിയിട്ട് പറയാം. നോക്കിയിട്ട് പറഞ്ഞാൽ റിപ്ലൈ ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഓയിൽ ലീക്ക് ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ ഹെഡ് കവറിൻ്റെ റബ്ബറിൻ്റെ ബീഡിങ് ഗ്യാസ്കറ്റ് പോയേക്കണതാണ്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റി കളയാം. അപ്പോൾ ഓയിൽ ലീക്ക് റെഡി ആയിക്കോളും. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളായാലും കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കുഷ്യൻ അസംബ്ലിയുടെ ഫ്രണ്ട് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 കുഷ്യൻ അസംബ്ലി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഗ്രീൻ ബുഷുകളൊക്കെ ഓൾറെഡി പൊടിഞ്ഞു പോയേക്കാണ്, ഇതുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ ഈ ലിങ്കിൻ്റെ കോളർ ബുഷ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക. ഈ സൈഡിൽ ഇച്ചിരി പ്ലേ കൂടുതലാണുണ്ട്, അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റിയിടാം. സ്പീഡോമീറ്ററിൻ്റെ കേബിള് ഉള്ളിൽ ടൈറ്റായിട്ട് പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ക്രൗണ് പിന്നെയുണ്ടല്ലോ, അത് പ്ലാസ്റ്റിക് ടൈപ്പാണ് അതിൻ്റെ വീലിൻ്റെ ഉള്ളിൽ വരാം. ഇത് വെച്ചിട്ടാണ് ഈ കേബിളിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കേബിൾ ടൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പല്ലും തേയ്മാനം വന്നു പോയേക്കാണ്. അപ്പോൾ ആ ക്രൗണും പിന്നീടും മാറ്റിയിട്ട് വേണം നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറ്റി വർക്കിംഗ് ആക്കാനായിട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2021 മോഡലാണ്. ഇത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് വന്ന 4 ആമ്പിയർ ബാറ്ററിയാണ്. അപ്പോൾ നമുക്കത് ഒന്ന് ചെക്ക് ചെയ്യണുണ്ട്, ടെസ്റ്റ് ചെയ്യണുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.84 വരെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോൾട്ടാണ്. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലെ കണ്ണാടി പൊട്ടിപ്പോയിട്ടുണ്ട്. ലെഫ്റ്റ് മിറർ ഓൾറെഡി അത് പൊട്ടിയേക്കണതാണ്. അപ്പോൾ അത് എന്തെങ്കിലും മാറ്റണമല്ലോ. ലെഫ്റ്റ് അല്ല, റൈറ്റ് സൈഡ് കേട്ടോ, റൈറ്റ് സൈഡിലെ കണ്ണാടി. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലെ ലിവറും പൊടിഞ്ഞിരിക്കുന്നുണ്ട്. ഈ സൈഡിലെ ബ്രേക്ക് സ്വിച്ചും കംപ്ലൈൻറ്റ്. ഈ സൈഡ് സെൽഫ് പിടിച്ച് സെൽഫ് അടിക്കാൻ നോക്കിയാൽ നടക്കില്ല. കാരണം ഞാൻ സ്വിച്ച് കംപ്ലൈൻറ്റ് വന്നിട്ടാണ് ആ സെൽഫ് എടുക്കാതെ. സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഈ ആയിട്ടാണ്, ഈ ഉള്ളിൽ തന്നെ കേട്ടോ ചെറിയൊരു വള്ളി വലിക്കണമാണ്. അതൊന്ന് മാറ്റിയിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിൽ മാറുന്നു. പ്ലഗ് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പ്ലഗ് മാറിയിട്ട് നമുക്ക് ഒരുമിച്ച് മാറ്റിയാൽ മതി. അപ്പം ചെയ്യേണ്ട കേസാണ്. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കോട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഞാനത് പറയാൻ വേണ്ട ഒരു ദിവസമുണ്ട്. നിലയിൽ ഈ ഫ്രണ്ടിലത്തെ ടയറും ഫുള്ള് തീർന്നേക്കണം. റൊട്ടേഷനിലേക്ക് ഉള്ളത് ഇല്ല കേട്ടോ. റൊട്ടേറ്റ് ചെയ്യണ ദിവസം പറഞ്ഞത്. പക്ഷേ തന്നെ ഇതാണ് അവസ്ഥ. നമുക്ക് ഇടുമ്പോൾ ഈ മോഡൽ ഇട്ടാൽ മതി കേട്ടോ. ഈ കമ്പനി ഡിസൈൻ മണ്ണ മോഡൽ ഇട്ടാൽ മതി.
ഇതിപ്പോൾ രണ്ടും കൂടി ഒപ്പം മാറ്റേണ്ട കണ്ടീഷനിലേക്ക് വരും എന്തെങ്കിലും. അപ്പോൾ അതിൻ്റെയാണ് വണ്ടി ആ ഒരു പാളിച്ച് കാണിക്കണം കേട്ടോ. അപ്പോൾ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ മോഡലിടാം, ഒരേ കമ്പനിയുടെ തന്നെ ഇടാം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും. ഇപ്പോൾ നിലവിൽ ടയറിൻ്റെ ദിവസമൊന്നും കൂട്ടുള്ള ബാക്കിത്തെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ നോക്കിയിട്ടൊന്ന് പറയാം. അതേപോലെ തന്നെ ടയർ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതടക്കമുള്ള എസ്റ്റിമേറ്റ് പറയാം കേട്ടോ.